ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ആറ്റുകാൽ. എല്ലാവർക്കും അറിയാലോ, ആറ്റുകാൽ അമ്പലത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. അതിൻ്റെ തൊട്ടടുത്ത് കാലടി എന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടെ ഞാനിപ്പോൾ ഒരു വീടിൻ്റെ റെനോവേഷൻ റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ വർക്ക് ഞങ്ങൾ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഈ വീടിൻ്റെ പഴക്കം എന്ന് പറഞ്ഞാൽ 35 വർഷം പഴക്കമുണ്ട്. അപ്പോൾ അതിനെയാണ് ഒരു പുതിയ കോൺസെപ്റ്റിലോട്ടും പുതിയ ഡിസൈനിലോട്ടും കൊണ്ടുപോകാൻ പോകുന്നത്. മെയിനായിട്ട് എൻ്റെ വർക്ക് അകത്താണ്. ബാത്റൂമിൻ്റെ പ്രശ്നമുണ്ട്, കിച്ചണിൻ്റെ പ്രശ്നമുണ്ട്, വർക്കീരിയുടെ പ്രശ്നമുണ്ട്, ലിവിംഗ് റൂമിൻ്റെ പ്രശ്നമുണ്ട്, ഡൈനിങ് പ്രശ്നമുണ്ട്, ഡോർ ആൻഡ് വിൻഡോസിൻ്റെ പ്രശ്നമുണ്ട്, ഇലക്ട്രിക്കൽ പ്രശ്നമുണ്ട്. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഓരോന്നും കാണിക്കാം. ഇപ്പം നമ്മുടെ ഇപ്പം വർക്ക് ഏരിയ കണ്ടല്ലോ, പഴയ രീതിയിലുള്ള സ്ലാബ്, പഴയയിലുള്ള ഷെയ്ഡെല്ലാം ഇതെല്ലാം നമ്മൾ മാറ്റിയിട്ട് ഇതിനെ ഒരു പുതിയ ഡിസൈനിലോട്ടാണ് പോകുന്നത്. ഞാൻ നിൽക്കുന്നത് കിച്ചണിലാണ്. അപ്പോൾ കിച്ചണിലും ഇതേ പ്രശ്നമാണ്. പഴയ സ്ലാബ്, പഴയ റാക്ക്, സ്പേസ് കുറവ്, ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ കുറേ ന്യൂ ഡിസൈൻസിലൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ പുതിയൊരു കോൺസെപ്റ്റാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ വീടിൻ്റെ ഡൈനിങ് പ്ലേസിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് ലിവിംഗ് കം ഡൈനിങ് ആണ്. ഇവിടെയും ഞങ്ങൾക്ക് കുറേ പ്ലാനിങ് ഉണ്ട്. ഈ ഡൈനിങ്ങിനെ മാറ്റി പല ഡിസൈൻസിലോട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ബെഡ്റൂമിലാണ്. ഇവിടെ പേരൻസ് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ തന്നെ ഇവിടെ ഫർണിച്ചേഴ്സ് എല്ലാം പാക്കിങ്ങും ഇതിനെ ഷിഫ്റ്റ് ചെയ്യുന്നതെല്ലാം ഞങ്ങൾ തന്നെ. കസ്റ്റമറിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെ ഞങ്ങൾ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നാളെ തൊട്ടാണ് ഇതിൻ്റെ ആക്ച്വലി ഫുൾ വർക്ക് ലൈവ് ആവുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇതെല്ലാം മാറ്റി, ഇപ്പോൾ ഇതെല്ലാം ഫ്രീ ആക്കി, ഇതെല്ലാം ഡിമോളിഷിങ് പോവുകയാണ്. ഇതെല്ലാം നമ്മൾ ഡിമോളിഷ് ചെയ്യുവാണ്. ഈ വാർഡ്രോബെല്ലാം നമ്മൾ മാറ്റുവാണ്. നമ്മുടെ ടീം തന്നെ വന്നെല്ലാം പാക്ക് ചെയ്ത് വെക്കേണ്ട സ്ഥലത്ത് തന്നെ ബാക്കി വെച്ച് മാറ്റിയിട്ട് നമ്മൾ നാളെ ഫുൾ വീട് ഫ്രീ ആയിട്ടായിരിക്കും നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റന്നാൾ വർക്ക് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ റൂം എക്സ്റ്റൻഷൻ വരുന്നുണ്ട്. ഈ ഏരിയയിൽ റൂം എക്സ്റ്റൻഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ റൂം എക്സ്റ്റൻഷൻ വരുന്നത് കൊണ്ട് ഇവിടെ ഒരു സൺഷെയ്ഡ് ഉണ്ട്, ലിൻഡിൽ സൺഷെയ്ഡ് ഉണ്ട്. ഈ സൺഷെയ്ഡും പൊട്ടിക്കണം. ബിക്കോസ് റൂമിനകത്ത് സൺഷെയ്ഡ് വേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പോൾ ആ സൺഷെയ്ഡ് ഇതും കട്ട് ചെയ്യണം. ഈ പ്ലംബിംഗ് ലൈൻ ഉണ്ടല്ലോ, ഈ പ്ലംബിംഗ് ലൈൻ ഇവിടുന്ന് ക്യാൻസൽ ചെയ്യണം. ഇതിനകത്ത് വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ ഡിസ്കണക്ട് ചെയ്യണം. ഡിസ്കണക്ട് ചെയ്തിട്ട് പ്ലഗ് ചെയ്തിട്ട് വേണം വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതുപോലെ ഇത് കട്ട് ചെയ്യണം, ഇതെല്ലാം വാട്ടുണ്ട്, ഇതെല്ലാം കട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ റൂഫ് ലെവൽ ഉണ്ടല്ലോ, ഈ റൂഫ് ലെവലിൻ്റെ സ്ലാബ് ഉണ്ടല്ലോ, ആ സ്ലാബിൻ്റെ 2 സൈഡും ഓപ്പൺ ചെയ്യണം. ആ അകത്തുള്ള കമ്പി പുറത്തു കൊണ്ടുവരണം. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ 2nd ബെഡ്റൂമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ റൂമിന് എനിക്കൊരു ബാത്റൂം അറ്റാച്ച്ഡ് കൊടുക്കണം ഓൾറെഡി. അപ്പം ഇവിടെ ഞങ്ങൾ ഓപ്പൺ ചെയ്ത് വെളിയിലോട്ടൊരു ഞങ്ങൾക്കൊരു സ്പേസ് ഉണ്ട്. അതിനെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഈ ബാത്റൂം ചെയ്യുന്നത്. നമ്മൾ 1-2 കാര്യം ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ പുതിയൊരു ബാത്റൂം വെളിയിലോട്ട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ സീരിയസ് ആയിട്ട് തന്നെ ചെയ്യണം. ഒരു കാരണവശാലും അത് പുറത്തുള്ള വർക്ക് വീട്ടിനകത്തുള്ളതല്ല, അത് നമുക്ക് എന്തെങ്കിലും ചെയ്താൽ മതി, അങ്ങനെയൊന്നും ചെയ്യരുത്. കറക്റ്റായിട്ട് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫൗണ്ടേഷനും പ്രോപ്പറായിട്ട്, കാരണം ഇതിനകത്തുള്ള ഷെയ്ഡ് ഉണ്ട്, ഇതിനെ ലിൻഡിലായിട്ട് കണക്ട് ചെയ്യണം, പല കാര്യങ്ങളുണ്ട്. അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 50 വർഷം കഴിഞ്ഞാലും അതിന് ക്രാക്ക് ഒന്നും വരത്തില്ല. മാത്രമല്ല, ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഏറ്റവും ചെറിയ ഒരു ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂം നമുക്ക് എങ്ങനെ ഭംഗിയാക്കാം, ചെറിയ റൂമിനെ എങ്ങനെ ഭംഗിയാക്കാം എന്നുള്ളതാണ് അടുത്ത ഞങ്ങളുടെ ടാസ്ക്. മാത്രമല്ല, ഇവിടെ ഒരു എയർ സർക്കുലേഷൻ എന്ന് വെച്ചാൽ നമുക്ക് റൂമിനകത്ത് കുറച്ച് എയറും വരുന്ന കാര്യത്തിൽ പാടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ഒരു റൂമിനകത്ത് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്.